അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. എന്തൊക്കെയാണ് 5ാം ക്ലാസ്സുകാരെ വിശേഷങ്ങൾ? സുഖാണോ? ഇന്ന് ശനിയാഴ്ചയല്ലേ? ഇന്നലെ പള്ളിയിൽ പോയോ? ജുമുഅക്ക് പോയോ? നിങ്ങളൊക്കെ പോവാത്തവരുണ്ടോ? എല്ലാവരും പോയാ? ഓക്കെ. പക്ഷേ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ജുമുഅക്ക് പോകാൻ പറ്റാത്ത, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കാരണം കുട്ടികൾക്ക് ജുമുഅക്ക് പോകാൻ പറ്റൂല, പള്ളിയിൽ പോകാൻ പറ്റൂല. മുതിർന്ന ആൾക്കാർക്ക്, വയസ്സന്മാർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റൂല. പള്ളിയിൽ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് തന്നെ ഒരു നിശ്ചിത എണ്ണം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ചെന്നൂടാ. ഇങ്ങനെയൊക്കെയുള്ള ദുഃഖകരമായ ഒരുപാട് അവസ്ഥകളുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മഹാമാരികളിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കിത്തരുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളും ആരാധനാ കർമ്മങ്ങളുമൊക്കെ പൂർവാധികം ഭംഗിയായി നിർവഹിക്കാൻ അല്ലാഹു നമ്മെ തുണക്കട്ടെ. പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും അൽ കഹ്ഫ് സൂറത്തൊക്കെ വീട്ടിൽ നിന്ന് ഓതാലോ. നിങ്ങളൊക്കെ ഒന്ന് അൽ കഹ്ഫ് സൂറത്ത് ഓതിയാ? എത്ര പേര് അൽ കഹ്ഫ് സൂറത്ത് ഓതിയിട്ടുണ്ട്? കുറവാണ്, അത്രയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓതണം അല്ലേ? അൽ കഹ്ഫ് സൂറത്ത് ഓതിയ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാവരെയും അല്ലാഹു തആല, നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് പ്രവർത്തിക്കണം. അറിവ് പഠിക്കണത് അത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനോ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാനോ ഒന്നുമല്ല, ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കുവാനും വേണ്ടിയിട്ടാണ്. അറിവ് പ്രവർത്തിക്കാൻ വേണ്ടിയല്ലാതെ, അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യം പഠിച്ചാൽ ആ നല്ല കാര്യം നമ്മൾ ചെയ്യണം. ഇന്ന കാര്യങ്ങളൊക്കെ മോശമാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യാനൊരു സാഹചര്യം വന്നാൽ നമ്മൾ തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഏതായാലും നമ്മൾക്കിന്ന് താരീഖാണല്ലോ. താരീഖിൽ പറയേണ്ട സംഗതി ഒന്നുമല്ല ഇത്. ഇത് ഏത് വിഷയത്തിലും പറയുകയും ചെയ്യാം അല്ലേ? സാന്ദർഭികമായിട്ട് ഉണർത്തിയെന്ന് മാത്രം. ഏതായാലും നമ്മൾ താരീഖിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ പറ്റിയിട്ടാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുള്ള അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആരെക്കുറിച്ചാണ് ലാസ്റ്റ് പറഞ്ഞു വെച്ചത്? ബഹുമാനപ്പെട്ട ഉമ്മുൽ മസാക്കീൻ സൈനബ് റളിയല്ലാഹു അൻഹ അല്ലേ? ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ഉമ്മുൽ മസാക്കീൻ റളിയല്ലാഹു അൻഹ. മഹദിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. മഹദിക്ക് ഉമ്മുൽ മസാക്കീൻ എന്നുള്ള പേര് ലഭിക്കാനുണ്ടായ കാരണം എന്താ? ഉമ്മുൽ മസാക്കീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാവങ്ങളുടെ മാതാവ്. ആ ഒരു പേരിൽ മഹദി അറിയപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്ന മഹദിയായിരുന്നത് കൊണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ മഹദിയെക്കുറിച്ചിട്ട് ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് മറ്റൊരു മഹദിയെക്കുറിച്ചാണ്. അതാരാണെന്നറിയാമോ? ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ. ആരാണ്? ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. മഹദിയെക്കുറിച്ചാണ് നമുക്കിനി അല്പം സംസാരിക്കാനുള്ളത്. നമ്മൾ അടുത്ത പാഠം അതാകുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയെ കല്യാണം കഴിക്കുന്നത് ഹിജ്റയുടെ 7ാമത്തെ വർഷമാണ്. എത്രാമത്തെ വർഷമാണ്? 7ാമത്തെ വർഷം. 7ാമത്തെ വർഷത്തിൽ മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചു. മഹദിക്ക് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബൂ റുഹ്മ് എന്നായിരുന്നു. എന്തായിരുന്നു പേര്? അബൂ റുഹ്മ്. അപ്പോൾ അബൂ റുഹ്മ് എന്ന തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മരണശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 7ാമത്തെ വർഷത്തിൽ വിധവയായിരുന്ന മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. മഹദി ഹാരിത്ത് ഇബ്നു ഹസ്ൻ എന്ന ആളുടെ മകളാണ്. മഹദിയുടെ പിതാവിൻ്റെ പേര് ഹാരിത്ത് ഇബ്നു ഹസ്ൻ, മാതാവിൻ്റെ പേര് ഔഫ് മകൾ ഹിന്ദ്. അപ്പം പിതാവ് ഹാരിത്ത് ഇബ്നു ഹസ്നും മാതാവ് ഔഫ് മകൾ ഹിന്ദുമാകുന്നു. ബഹുമാനപ്പെട്ട മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുമായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടുംബപരമായിട്ട് അടുപ്പമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ. ജ്യേഷ്ഠനും പിതൃവ്യം എന്ന് പറയും, അനിയനും പിതൃവ്യം എന്ന് പറയും. ഉപ്പയുടെ സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര പിതൃവ്യന്മാരെ നമ്മൾക്കറിയാം? നിങ്ങൾക്ക് എത്ര ആൾക്കാരറിയാം?
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയാകുന്ന അബ്ദുള്ള എന്നവരുടെ സഹോദരന്മാരെ എത്ര പേരെ നിങ്ങൾക്കറിയാം? ഖുർആനിൽ ഒരാളെ ശപിച്ചിട്ടുണ്ട് അല്ലാഹു തആല. നബി തങ്ങളുടെ പിതൃവ്യന്മാരിൽ ഒരാളെ ശപിച്ചിട്ടുണ്ട്. അറിയാം ആരാന്ന്? നമ്മളൊക്കെ ഓതുന്ന സൂറത്തുണ്ടല്ലോ, തബ്ബത്ത് യദാ അബീ ലഹബിൻ, അബൂലഹബ് നശിക്കട്ടെ, അവൻ നശിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് നബി തങ്ങളുടെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ അനിയനാണ്, നബി തങ്ങളുടെ ഉപ്പാൻ്റെ സഹോദരനാണ്. അദ്ദേഹം നബി തങ്ങളുടെ ഉപ്പാൻ്റെ സഹോദരനൊക്കെ തന്നെയാണ്. പക്ഷേ നബി തങ്ങളെ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തിയ, ദ്രോഹിച്ച ആളായിരുന്നു. പിന്നെ വേറെ ഒരാളുണ്ട്, അബൂ ത്വാലിബ്. ആരാണ്? അബൂ ത്വാലിബ്. നമ്മൾ കുറേ കേട്ടിരിക്കണം, എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അബൂ ത്വാലിബ് അല്ലേ? അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വന്നിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം മരിക്കണത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നു പോലെ നോക്കിയിട്ടുള്ള ആളാണ്. ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴും നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പോറലും ഏൽക്കാതെ സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു. നബി തങ്ങളെ ശരിക്കും പോറ്റിയ ആളാണ് ആര്? അബൂ ത്വാലിബ്. അപ്പോൾ അബൂലഹബും അബൂ ത്വാലിബും രണ്ടാളും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഒരാൾ നബി തങ്ങളെ അങ്ങേയറ്റം ആക്രമിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. എത്രത്തോളം എന്നാൽ അല്ലാഹു തആല വരെ അയാളെ ശപിച്ചിട്ടുണ്ട്. മറ്റൊരാൾ അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് ആകട്ടെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇനി വേറെ രണ്ട് പിതൃവ്യന്മാരുണ്ട്. ആ പിതൃവ്യന്മാർ ആരൊക്കെയാണ്? ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാകും. പാട്ടൊക്കെ അല്ലേ, വമ്പുറ്റ ഹംസ അല്ലേ? മൂപ്പര് ഒരു പുലിയായിരുന്നു, അല്ലെങ്കിൽ സിംഹമായിരുന്നു. അസദുല്ലാഹ് എന്നൊക്കെ മൂപ്പർക്ക് പേരുണ്ട്, അള്ളാഹുവിൻ്റെ സിംഹം എന്നൊക്കെ. മൂപ്പര് ശരിക്കൊരു സിംഹമായിരുന്നു, ധീരശൂര പരാക്രമിയായിരുന്നു, വലിയ യോദ്ധാവായിരുന്നു. അപ്പോൾ ഈ ഹംസ റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും രണ്ടാളും നബി തങ്ങളുടെ ഉപ്പാൻ്റെ സഹോദരന്മാരാണ്, മറ്റോലെ പോലെ തന്നെ. പക്ഷേ ഇവർ രണ്ടുപേരും ഇസ്ലാമിൽ വന്നിട്ടുണ്ട്, മുസ്ലിങ്ങളായിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കാർ ഇസ്ലാമിൽ നബി തങ്ങൾക്ക് തുണയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഷഹീദായ ആളാണ്, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ആളാണ്. നമ്മളെ വിഷയം മറന്നു പോകരുത്. നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ആൾക്കാരെ പേര് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ അവരെല്ലാവരും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും ഹംസ റളിയല്ലാഹു അൻഹുവിനെയും, അവർ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ള ആൾക്കാരാണ്. എന്താ സംഗതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ, അവിടെ നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് എല്ലാവരും തിരിച്ചു പോവാം. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ലുബാബത്തുൽ കുബ്ര എന്നു പേരുള്ള ഉമ്മുൽ ഫദ്ലി ബീവി റളിയല്ലാഹു അൻഹ. എന്താ അവരുടെ പേര്? മഹദിയുടെ പേരെന്താണ്? ലുബാബത്തുൽ കുബ്ര എന്ന ഉമ്മുൽ ഫദ്ലി ബീവി. ലുബാബത്തുൽ കുബ്ര എന്ന ഓറ ശരിക്കുള്ള പേര്, മഹദിയുടെ ശരിക്കുള്ള പേര് ഉമ്മുൽ ഫദ്ൽ എന്നാണ്, മഹദിയെ ബഹുമാനിച്ചിട്ട് വിളിക്കുന്ന പേര്. അപ്പോൾ ലുബാബത്തുൽ കുബ്ര എന്ന ഉമ്മുൽ ഫദ്ലി ബീവി ഇതാരാകുന്നു? നബിയുടെ പിതൃവ്യനാകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു വലിയ സ്വഹാബിയാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിൽ ഇസ്ലാമിൻ്റെ പടനായകനായിരുന്നു. ഒരുപാട് വിജയങ്ങൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് സമ്മാനിച്ച വലിയ യുദ്ധവീരനായിരുന്നു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. മഹദിയുടെ ഉമ്മയാണ് ലുബാബത്തു സുഗ്റ റളിയല്ലാഹു അൻഹ, ലുബാബത്തു സുഗ്റ റളിയല്ലാഹു അൻഹ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ലുബാബത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ലുബാബത്തു സുഗ്റ റളിയല്ലാഹു അൻഹ. പിന്നെ നമ്മുടെ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. ഈ മൂന്ന് ആൾക്കാരും, ഇപ്പോൾ രണ്ട് ലുബാബമാരായി, പിന്നെ മൈമൂന ബീവി, ഈ മൂന്ന് ആൾക്കാരും സഹോദരികളാണ്. ജ്യേഷ്ഠത്തെയും അനുജത്തിയും ആണ് അർത്ഥം. സഹോദരികളാണ്. ലുബാബത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ വലിയ ലുബാബ, കുബ്ര എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം, സുഗ്റ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നർത്ഥം. അപ്പോൾ ലുബാബത്തുൽ കുബ്ര എന്ന വലിയ ലുബാബ, ലുബാബത്തു സുഗ്റ എന്ന് പറഞ്ഞാൽ ചെറിയ ലുബാബ. ഏതായാലും ലുബാബത്തുൽ കുബ്ര ബീവിയും ലുബാബത്തു സുഗ്റ ബീവിയും മൈമൂന ബീവിയും മൂന്ന് പേരും സഹോദരികളാണ്. ലുബാബത്തുൽ കുബ്ര ബീവിയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഫദ്ൽ. മഹദി ആരായിരുന്നു? നബിയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. ലുബാബത്തു സുഗ്റ ബീവി ആരായിരുന്നു? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാകുന്നു. അപ്പോൾ അത് മൂന്ന് മനസ്സിലായല്ലോ, അവിടെ വെച്ചേക്കെ മറന്നുപോലെ. ഇനി അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ആര്? അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ. മഹദി ആരാന്നറിയോ?
മഹദിയെ സ്വഹാബാക്കളിൽപ്പെട്ട നമ്മുടെ നേതാക്കളിൽപ്പെട്ട 3 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു, അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം വേറെ ഒരാൾ കല്യാണം കഴിച്ചു, അദ്ദേഹവും വഫാത്തായ ശേഷം വേറെ ഒരാൾ കല്യാണം കഴിച്ചു. ഇങ്ങനെ 3 സ്വഹാബിമാർ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു മഹദിയാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ആരാണ് 3 ആൾക്കാരെന്നറിയോ? ആദ്യം കല്യാണം കഴിച്ചത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ പറ്റിയിട്ട്? കേട്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ ത്വാലിബില്ലേ, നബി തങ്ങളെ നല്ലോണം പോറ്റി വളർത്തിയ ആള്. നബി തങ്ങൾ ആരായിരുന്നു മഹാനവർകൾ? നബിയുടെ പിതൃവ്യനല്ലേ? ആ അബൂ ത്വാലിബിൻ്റെ മകനാണ്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. അബൂ ത്വാലിബിൻ്റെ 2 മക്കളാണ് ജഅഫറും അലിയും റളിയല്ലാഹു അൻഹുമ. ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളാകുന്ന ഫാത്തിമ ബീവിയുടെ ഭർത്താവല്ലേ? ലോകത്ത് നിലവിലുള്ള എല്ലാ തങ്ങന്മാരെയും പരമ്പര ചെന്ന് മുട്ടുന്ന അവരുടെ പിതാവല്ലേ അലി റളിയല്ലാഹു അൻഹു? നബി തങ്ങൾ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന, നബി കുടുംബം എന്ന് പറയുന്ന അവരുടെ പിതാവല്ലേ അലി റളിയല്ലാഹു അൻഹു? എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ ധീരനായിരുന്നു. ഒരുപാട് ശത്രുക്കളെ നിമിഷ നേരങ്ങളെ കൊണ്ട് കൊലപ്പെടുത്താൻ കഴിയുന്ന യുദ്ധവീരനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയാലോ, അത് ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ സമുദായത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അങ്ങനെ തന്നെയാണ്. 4ാമത്തെ ഖലീഫയാണ്, 4ാം സ്ഥാനക്കാരനാണ്. 1ാം സ്ഥാനക്കാരൻ ആരായിരിക്കും? നമുക്കെല്ലാവർക്കും വേഗം മനസ്സിലാകുമല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2ാം സ്ഥാനം ആർക്കാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3ാം സ്ഥാനമോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 4ാം സ്ഥാനമോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ അവർ ഖലീഫമാർ ഈ ക്രമത്തിലാണ്, അങ്ങനെ തന്നെ അവരുടെ സ്ഥാനവും. ഏതായാലും ഈ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളും ജഅഫർ റളിയല്ലാഹു അൻഹുവും 2 ആളും ആരുടെ മക്കളാണ്? അബൂ ത്വാലിബിൻ്റെ മക്കൾ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിരുന്നത് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ എന്നുള്ള മഹദി. ആ മഹദിയെ ആദ്യം കല്യാണം കഴിച്ചത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ മുഅ്തദ് യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹം യുദ്ധത്തിൽ മരണപ്പെടുകയായിരുന്നു. യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചു. വലിയ മഹാനാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം വഫാത്തായ ശേഷം, ഷഹീദായ ശേഷം നബി തങ്ങൾ പറഞ്ഞു, ജഅഫറിനെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടു. സ്വർഗത്തിൽ ജഅഫർ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെ? ജഅഫറിന് രക്തത്തിൽ മുക്കിയ 2 ചിറകുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം ചിന്തി മരിച്ചത് കൊണ്ട് അള്ളാഹു താല സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇത് റസൂലുള്ളാഹിക്ക് അള്ളാഹു താല കാണിച്ചു കൊടുത്തു. അതാ നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ ജഅഫറിനെ സ്വർഗത്ത് കണ്ടു, ജഅഫറിന് 2 ചിറകുണ്ട്, രക്തത്തിൽ മുക്കിയ 2 ചിറകുണ്ട്. അപ്പോൾ അതാ ജഅഫർ റളിയല്ലാഹു അൻഹു. ആ മഹാനാണ് ആദ്യം ആരെ കല്യാണം കഴിച്ചത്? അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇസ്ലാമിൻ്റെ 1ാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കല്യാണം കഴിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ മഹദിയെ കല്യാണം കഴിച്ചതാണ് ആരായിരുന്നു? നമ്മുടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 ആൾക്കാരും കല്യാണം കഴിച്ച മഹദിയാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ആ മഹദിയും ഹംസ റളിയല്ലാഹു അൻഹുവില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ നബി തങ്ങളെ പിതൃവ്യനായിരുന്ന, ഇസ്ലാമിൽ നബി തങ്ങളോടൊപ്പം നിന്നിട്ടുള്ള, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ള വീരശൂര പരാക്രമിയായ ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ സൽമ ബീവി റളിയല്ലാഹു അൻഹായും, അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹായും, സൽമ ബീവി റളിയല്ലാഹു അൻഹായും, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൈമൂന ബീവി റളിയല്ലാഹു അൻഹായും, അവർ 3 പേരും ഉമ്മ ഒന്നായ സഹോദരികളാണ്. ഈ 3 ആൾക്കാർ ഉമ്മ ഒരാളാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? ഉപ്പ ആദ്യം ഉമ്മാനെ ഒരാൾ കല്യാണം കഴിച്ചു, അതിൽ ഒരാളുണ്ടായി. ഇപ്പം 3 ആൾക്കാരല്ല ഇവിടെ ഉള്ളത്, മൈമൂന ബീവി, പിന്നെ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, സൽമ ബീവി, 3 ആൾക്കാരല്ല ഉള്ളത്. അപ്പോൾ ഇതിൽ ഇവരെ ഉമ്മാനെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു, ആ ഉപ്പയിൽ ഒരു മോളുണ്ടായി, എന്നിട്ട് ആ ഉപ്പ മരിച്ചു. പിന്നെ വേറെ ഒരാൾ കല്യാണം കഴിച്ചു, എന്നിട്ട് ആ ഉപ്പ മരിച്ചു. അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിൽ വേറെ മോളുണ്ടായി. അങ്ങനെ ഇപ്പോൾ ശരിക്കുണ്ടായത്, ആദ്യം ഉണ്ടായത് ഒരു ഉപ്പാക്കുള്ളതാണ്, ഉമ്മ, ഈ ഉമ്മ തന്നെ. പിന്നെ ഈ ഉമ്മാനെ വേറെ ആൾ കല്യാണം കഴിച്ചു, അപ്പോഴൊരു മോളുണ്ടായി. ആ ഉപ്പ വേറെയാണ്, ഈ ഉപ്പ വേറെയാണ്, ഉമ്മ ഒന്നല്ലേ? അതാണ് ഉമ്മ ഒന്നായ സഹോദരികൾ എന്ന് പറഞ്ഞാൽ. അപ്പം മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരികളെ കുറിച്ചിട്ട് നമ്മളൊന്നും കൂടെ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാകുന്ന ലുബാബത്തുൽ കുബറ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഉമ്മുൽ ഫദ്ൽ ബീവിയും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയായ ലുബാബത്തു സുഗ്റ ബീവിയും മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും സഹോദരികളാണ്. അതുപോലെ തന്നെ ആദ്യം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കല്യാണം കഴിച്ചിട്ടുള്ള അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ സൽമ ബീവിയും ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഒന്നായ സഹോദരികളാകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നബി തങ്ങളുമായിട്ട് വളരെ അടുത്ത കുടുംബ ബന്ധമുണ്ട്. ആർക്ക്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹക്ക്. മഹദി ഹിജറ 51 വഫാത്തായത്. അന്നത്തെ ഭരണം മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി കിതാബ് എടുത്തൊന്ന് വായിച്ചാൽ നമുക്ക് ശരിക്കും വ്യക്തമാകും. നിങ്ങളെല്ലാവരും താരീഖിൻ്റെ കിതാബ് എടുത്തോളൂ. പാഠം 11 ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മൈമൂന റളിയല്ലാഹു അൻഹായെ ഹിജറ 7-ാം കൊല്ലത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത്. അവരെ മുമ്പ് വിവാഹം ചെയ്തിരുന്ന അബൂ റുഹ്മ മരണപ്പെട്ട ശേഷമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്തത്. ഹാരിസ് ഇബ്നു ഹസ്ന് ഇവരുടെ പിതാവും ഔഫ് മകൾ ഹിന്ദ് അവരുടെ മാതാവുമാകുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ലുബാബത്തുൽ കുബ്ര എന്ന ഉമ്മുൽ ഫദ്ൽ ബീവി റളിയല്ലാഹു അൻഹായും ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയായ ലുബാബത്തു സുഗ്റ റളിയല്ലാഹു അൻഹായും മൈമൂന റളിയല്ലാഹു അൻഹയുടെ സഹോദരികളാണ്. കൂടാതെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അവരുടെ മരണശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരുടെ മരണശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും വിവാഹം ചെയ്ത അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ എന്ന മഹദിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൽമ റളിയല്ലാഹു അൻഹ എന്ന മഹദിയും മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഒന്നായ സഹോദരികളാണ്. ഹിജ്റ 51-ാം വർഷത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇവർ വഫാത്തായി. ഓക്കെ, ചോദ്യോത്തരങ്ങൾ. മൈമൂന റളിയല്ലാഹു അൻഹ നബിയുമായി ഏതെല്ലാം വിധത്തിൽ ബന്ധമുണ്ട്? അതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ 2-3 പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞല്ലോ അല്ലേ? ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലുള്ള ആ പാരഗ്രാഫാണ് എൻ്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾ അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഈസിയാണ്. 3 ആൾക്കാർ പേരങ്ങ് പഠിച്ചാൽ സംഗതി ക്ലിയറായി. ചരിത്രം ആയതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 2ാമത്തെ ചോദ്യം, അവരെ നബിക്ക് മുമ്പ് വിവാഹം ചെയ്തിരുന്നത് ആര്? അബൂ റുഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തത് എപ്പോൾ? ഹിജ്റയുടെ 7-ാം വർഷം. അവരുടെ മാതാപിതാക്കൾ ഹാരിസ് ഇബ്നു ഹസ്ന് പിതാവ്, ഔഫ് മകൾ ഹിന്ദ് മാതാവ്. വഫാത്ത് വർഷം, ആരുടെ ഭരണകാലം? ഹിജ്റ 51-ാമത്തെ വർഷം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ക്ലിയർ ആണല്ലോ? എന്നാൽ കൃത്യമായിട്ട് പഠിക്കണം, നോട്ട് തയ്യാറാക്കുക. കഴിഞ്ഞ പാഠങ്ങളൊക്കെ ആവർത്തി വായിച്ചു നോക്കുക. സഫർ മാസത്തിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് സമയമായിട്ടുണ്ട്, അടുത്ത മാസം അല്ലേ? അപ്പോൾ എല്ലാവരും പഴയ പാഠങ്ങളൊക്കെ ശരിക്കും നോക്കൽ തുടങ്ങുക. നമുക്ക് കുറച്ച് പാഠങ്ങളും കൂടി എടുത്ത് തീർക്കാനുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.